നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. IHRD ക്യാമ്പസുകളിൽ സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടിയോട്ടം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുകയാണ് സ്നേഹത്തോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർച്ച് 7 രാവിലെ ജില്ലയിലെ IHRDകളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും സമൂഹത്തിന്റെ മറ്റു മേഖലകളിൽ ഉള്ളവരും സ്നേഹത്തോണിൽ പങ്കെടുക്കും. IHRDയുടെ കീഴിലെ 88 സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നഗര കേന്ദ്രങ്ങളിൽ രാവിലെ ലഹരി വ്യാപനത്തിന് എതിരെ റൺ എവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിലാണ് കൂട്ടിയോട്ടം. ജില്ലയിൽ IHRDയുടെ 4 സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി. IHRD പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കേവലം കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരെ അവരെ അവബോധം ഉണ്ടാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകപ്പാടെ ചെയ്യുവാൻ സാധിക്കുന്നത് ബോധന പ്രക്രിയകളാണ്. ആ ബോധന പ്രക്രിയയുടെ ഭാഗമായിട്ട് അവബോധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്കറിയാം, ലഹരിയുടെ മാഫിയ ശക്തമാണ്, മാത്രമല്ല അതിൻ്റെ നെറ്റ്വർക്കും ശക്തമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അതിന് വിവിധ വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ഇത് കൂടുതൽ വ്യാപിക്കാതിരിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരിലേക്ക് പടർന്നു കയറാതിരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക, സമൂഹത്തെ ബോധവൽക്കരിക്കുക, ഇതൊരു തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന് IHRD നേതൃത്വം നൽകുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ KK ശ്രീനിവാസൻ, നെരുവമ്പ്രം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ ജെയ്സൺ D തോമസ്, ഇരിട്ടി EMS മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ RP ജോന, കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് പ്രിൻസിപ്പൽ K ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.